ഹലോ ഗായ്സ്, നമ്മുടെ പൈ നെറ്റ്വർക്കിന്റെ ആറാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് 666 പൈ കോയിൻസ് എല്ലാവർക്കും ഫ്രീ എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഫ്രീ ആയിക്കൊണ്ട് 666 പൈ കോയിൻസ് ഫ്രീ ആയിക്കൊണ്ട് ക്ലെയിം ചെയ്യാൻ താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള പരസ്യങ്ങൾ നിങ്ങൾ ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പൈ നെറ്റ്വർക്കിന്റെ ഭാഗത്ത് നിന്നും വന്നിട്ടുള്ള ഒരു പരസ്യമല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് ഹാക്ക് ആകും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ കോയിൻസ് നഷ്ടപ്പെടും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഒരു വലിയൊരു സ്കാം ആണ്. ഇതെങ്ങനെയാണ് സംഭവിക്കണത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈക്കോയിൻ മൈനിങ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരിലേക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ഇങ്ങനെയുള്ള സ്കാമിൽ പെട്ടുപോകണ്ട. പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫ്രീ ആയിക്കൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് അല്ലേ. പൈക്കോയിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ ചെയ്യുന്നുണ്ട്, വീഡിയോ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് 3 കാര്യങ്ങൾ ചെയ്തു തരണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ വീഡിയോക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. 2, നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 3, നിങ്ങളൊരു താങ്ക്സ് എന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാട്ടോ. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്കാം നടക്കണേ എന്ന് നോക്കാം. നിങ്ങൾ ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇതുപോലെ ഒരു ആഡ് കാണാൻ സാധ്യതയുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് തന്നെ ഈ ഒരു ആഡ് കിട്ടിയത് ഇൻസ്റ്റഗ്രാമിൽ വെച്ചാണ്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പൈ നെറ്റ്വർക്കിന്റെ ഒരു പേജ് കാണുകയും അതിനകത്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു പോസ്റ്റർ ഒക്കെ കാണാൻ ഇടയായി. അപ്പൊ ഇത് തീർച്ചയായിട്ടും പൈ നെറ്റ്വർക്കിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു പോസ്റ്റർ അല്ല. ഇത് ഏതോ ഉഡായിപ്പ് ടീമുകൾ, അതായത് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല സ്കാമേഴ്സും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല വെബ്സൈറ്റുകളും ആഡുകളൊക്കെയാണ്. അപ്പൊ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, 6ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് 666 പൈ കോയിൻസ് ഫ്രീ ആയിട്ട് കിട്ടാന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അതിനകത്ത് കണ്ടീഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? KYC കംപ്ലീറ്റ് ആയവർക്ക് മാത്രമേ ഇവിടെ 666 പൈ കോയിൻസ് ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 6000 പൈ കോയിൻസ് ആണ് അവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിനകത്ത് ഇനി 3024 കോയിൻസ് മാത്രമേ ഇനി കൊടുക്കാനുള്ളൂ എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ചെയ്തു പോകും. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ളത് ചെയ്യരുത്. ഇനി ഇതിനകത്തുള്ള സ്കാം എങ്ങനെ നടക്കുന്നത് പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഒരു പരസ്യം നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ഒരു പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒരു വെബ്സൈറ്റിലേക്ക് പോകും. അതിനകത്ത് അവർ ഒരുപാട് നുണകൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഒരുപാട് നുണകളുണ്ട്. എന്താണ് ഒന്നാമത്തെ കാര്യം? ബർത്ത്ഡേ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇവിടെ ഫ്രീ ആയിട്ട് കോയിൻ കൊടുക്കുന്നത്. ഒന്നാമത്തെ നുണ. രണ്ടാമത് 24 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്ന കോയിൻസ് നമ്മുടെ വാലറ്റിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പറയുന്നത് ഇത് സേഫ് ആണ്, സെക്യൂർ ആണെന്ന് പറയുന്നുണ്ട്. നാലാമതായിട്ട് ഏകദേശം 5 ലക്ഷത്തിന് മേലെ ആളുകൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ അവർ വെറുതെ അവിടെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് അതിനകത്ത് ക്ലെയിം 622 പൈ നൗ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിനകത്താണ് നമ്മൾ ആക്ച്വലി ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യാൻ പാടില്ല, അവർ ക്ലിക്ക് ചെയ്യാൻ പറയുന്ന ബട്ടൺ അതാണ്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മോട് പറയുന്നുണ്ട് നമ്മുടെ 24 വേർഡ്സ് അല്ലെങ്കിൽ 24 വേർഡ്സിലുള്ള പാസ് ഫ്രേസ് ഉണ്ടല്ലോ, അത് ഇവിടെ ആ ഒരു കോളത്തിൽ എന്റർ ചെയ്തിട്ട് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇതിപ്പോ ഒരു കോളം ഉണ്ട് അവിടെ അല്ലെ, നമുക്ക് 24 വേർഡ്സ് കൊടുക്കാനുള്ള കോളം ഉണ്ട്. അതിനകത്ത് നമ്മുടെ പാസ് ഫ്രേസ് കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഡെവലപ്പേഴ്സ് ഉണ്ടാവും, അതായത് ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അവരുടെ സിസ്റ്റത്തിലേക്ക് എന്താകും, നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുന്ന ആ പാസ് ഫ്രേസ് അവരുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവര് നേരെ ആ ഒരു പാസ് ഫ്രേസ് കോപ്പി ചെയ്തിട്ട് അവരുടെ പൈ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് അവരെന്ത് ചെയ്യുന്ന അറിയോ? ആ ഒരു ശരിക്കും നമ്മൾ പാസ് ഫ്രേസ് കൊടുക്കേണ്ട കോൾ ഉണ്ടല്ലോ, അതിനകത്ത് അവരെന്ത് ചെയ്യും? നിങ്ങളുടെ പാസ് ഫ്രേസ് കൊടുത്തിട്ട് അൺലോക്ക് വിത്ത് പാസ് ഫ്രേസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. മാത്രമല്ല അതിനകത്ത് വല്ല കോയിൻസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് എടുക്കാനും പറ്റും. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ സ്കാം നടക്കുന്നത്. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ വല്ല പരസ്യവും കണ്ടു കഴിഞ്ഞാൽ ചെയ്യരുത്. അപ്പൊ ശരിക്കും പൈ കോയിൻസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ്ങിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പൈ കോയിൻസ് ഫ്രീ ആയിക്കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെയുള്ള എയർ ഡ്രോപ്പ് വഴിയൊന്നും നമുക്ക് ഒരിക്കലും പൈ കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് പേര് ഒരു 314 പൈ കോയിൻ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ ഒരുപാട് പേരുടെ കോയിൻസ് പോയതാണ്. അപ്പൊ അന്ന് തന്നെ ഞാൻ ഇതിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്ന വീഡിയോസ് ഒക്കെ. പക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആയ സമയത്ത് അതെല്ലാം ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു പുതിയ ഒരു സ്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 666 പൈ കോയിൻസ് ആണ് അവരുടെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ
പോകുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള സ്കാമിൽ പെടാതിരിക്കുക. പിന്നെ നമ്മുടെ ഈ ഒരു പൈക്കോനുമായി ബന്ധപ്പെട്ട് ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, രണ്ടിലും ജോയിൻ ചെയ്യാം. അപ്പൊ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ പലപ്പോഴും ആയിട്ട് പല അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യാറുണ്ട് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ പൈക്കോലും മൈനിങ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരും ഇങ്ങനെയുള്ള സ്കാമിൽ പോയിട്ട് പെട്ടുപോകും. അപ്പൊ അതുകൊണ്ട് അവരിലേക്കും എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വീഡിയോ കൂടി ലൈക്ക് തരിക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു താങ്ക്സ് എന്ന വേർഡ് താഴെ കമന്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാം, റിപ്ലൈ തരും. ഇന്നതല്ല നിങ്ങൾക്ക് പുതിയൊരു വീഡിയോ, ഒരു കണ്ടന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കുറിച്ചിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് കമന്റ് ചെയ്യാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഒരു പുതിയൊരു കണ്ടന്റ് ആയിട്ട് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.